ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സുമിമോ ഫാസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴത്തോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു ഫുൾ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ രാത്രി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രോ പോലെ ഇട്ടതാണ്. അപ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ തന്നെ ഇന്ന് ഇടാണ് കേട്ടോ, ഇന്ന് വരാനിരിക്കുന്നത്. അതായത് നമ്മുടെ കൃഷ്ണമോള് അലീനെ പിടിച്ചുകൊണ്ട് പോയല്ലോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ ആകെ തളർന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി കുട്ടി കൃഷ്ണമോളുടെ അലീനയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അലീനയെ കിട്ടുമെന്ന് കരുതി വിളിച്ചതാണ് രേവതി. പക്ഷേ അപ്പം നമ്മുടെ കൃഷ്ണമോൾ ആ ഫോൺ നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അലീന ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്യണം. കൃഷ്ണമോൾ ഓടിപ്പോയി ഫോൺ എടുക്കണം. അപ്പം അലീന ചേച്ചി ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ കൃഷ്ണമോളാണെന്ന് പറഞ്ഞു. ആണോ അലീന ചേച്ചി എന്തിനും ചോദിക്കുമ്പം കൃഷ്ണമോൾ രേവതിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ രോഹിത് ഏട്ടനെയൊക്കെ ഹരിയേട്ടനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു, അച്ഛൻ ഹോസ്പിറ്റലിലാണ്, അച്ഛൻ്റെ ഒരു ചെറിയ മൈനർ അറ്റാക്ക് വന്നു. ഇതൊക്കെ കേട്ട് രേവതി ഞെട്ടാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇന്നിപ്പോൾ രോഹിത്തിൻ്റെ റൂം സെർച്ച് ചെയ്യാൻ വന്ന ശേഷം അലീന ചേച്ചിയും കൂടെ പോലീസ് ചോദ്യം ചെയ്യാനെന്ന മട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ രേവതി കുട്ടിക്ക് ആകെ സങ്കടമാവണം, എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു കൈവിട്ട മട്ടാണ്. അവരപ്പോഴാണ് അറിയുന്നത് ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇത്രയും സീരിയസ് ആയി സംഭവിച്ചു എന്നുള്ളതൊന്നും അറിയില്ല. രേവതിക്ക് അറിയാമായിരുന്നു, അതായത് ഇങ്ങനെ ഹരി ആയിട്ട് നമ്മുടെ രോഹിത്തിന് കൂട്ടാണെന്നും അതുവഴി രോഹിത്തിൻ്റെ സ്വഭാവത്തിനൊക്കെ ആകെ മാറ്റുകയാണെന്നുള്ള കാര്യവും രേവതിക്ക് അറിയാമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം കൈവിട്ട മട്ടാണ്. ആ സമയത്താണ് ഈ കാര്യം കൂടെ അറിയണത്. അപ്പം രേവതി കൃഷ്ണമോളെ സമാധാനിപ്പിച്ചു, മോള് ടെൻഷനൊന്നും അടിക്കണ്ട, കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാം, എന്തായാലും 4 മണിവരെയും കണ്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം, ചിലപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങളും മറ്റുമൊക്കെ അറിയാൻ വേണ്ടി അലീന ചേച്ചിയെ കൊണ്ടുപോയതായിരിക്കും, മോള് ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് നേരെ രേവതി പോവാണ്. മാമച്ചൻ്റെ അടുത്തും ഗ്രേസമ്മയുടെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെ ഹരി ഒരു പ്ലാൻ ചെയ്ത് അതിൽ രോഹിത്തും കൂടെ ചേർന്നിട്ട് അവർ ശരണ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് കൂട്ടബലാത്സംഗം ചെയ്തു. അപ്പോൾ ഇന്ന് വൈകിട്ടോടു കൂടി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നാളത്തെ പത്രത്തിലുമൊക്കെ അത് ന്യൂസായിട്ട് വരും. ബാലേന്ദ്രൻ അങ്കിളിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇപ്പോൾ അലീനേനെ ഇങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, അലീന ചേച്ചിയെ കൊണ്ടുപോയത് എനിക്ക് അത്ര ഒരു രസമല്ല, എന്ത് കാര്യം ചോദിക്കണമെങ്കിലും അത് വീട്ടിൽ വന്നപ്പോൾ അവർക്ക് നേരിട്ട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ആ സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, നീ നിൻ്റെ CBI തലവെച്ച് ചിന്തിക്കുന്നു വേണ്ട, അതിപ്പോൾ ചോദിച്ചിട്ട് അവർ തിരിച്ചു വിടുമായിരിക്കും, ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിലും അങ്ങളെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം, എന്തായാലും വൈകിട്ട് 4 മണി വരെ നോക്കാമെന്ന് രേവതി മാമച്ചനോടൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ നേരെ നമ്മുടെ മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായെന്നും അലീന ചേച്ചിയെ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന മട്ടിൽ അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി, എനിക്കാകെ പേടിയാവണു, ഇവിടെ ഞാനും ബബിതേച്ചിയും മാത്രമേ ഉള്ളൂ, ബബിതേച്ചിയാണെങ്കിൽ റൂമിലാണെന്നും പറയുന്നു. അപ്പം മനു കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്, മോള് ടെൻഷനൊന്നും അടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിൽ പോവുക, അല്ലെങ്കിൽ ഗോവർദ്ധൻ അങ്കിളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനാണെങ്കിൽ ഈ സമയത്ത് വക്കീൽ ഓഫീസിലെ വക്കീലന്മാരെ ഈ രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. പക്ഷേ ചെന്നിടത്തൊന്നും അത്ര സുഖകരമായ കാര്യങ്ങളൊന്നും അല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ കേസ് ഏറ്റെടുക്കാൻ വക്കീലന്മാർക്ക് ഒരു മടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇനി കേരളം ഒട്ടുക്കും ഈ സംഭവം ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് നാളെയും കൊണ്ട് അങ്ങ് സ്പ്രെഡ് ആവുകയാണ്. കാര്യം ഇവർ തെറ്റ് ചെയ്തൊക്കെയാണ്, തെറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കേസ് വിജയിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അത്ര വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന മട്ടിലാണ് ഗോവർദ്ധനൻ അവിടെ നിന്ന് വന്നത്. എങ്കിലും വക്കീൽ ഏർപ്പാട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് നമ്മുടെ മനു വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അലീനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ, നിരപരാധികളെ പോലീസിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്, അതും ഒരു പെൺകുട്ടിയെ, അവളെന്ത് തെറ്റ് ചെയ്തു എന്നുള്ള മട്ടിൽ. അപ്പം മനു ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴേക്കും കമല അങ്ങോട്ട് ചാടി വീഴാണ്. കമല പറയണത്, നീ എന്തിനാ അവളെ രക്ഷിക്കാൻ വേണ്ടി, നിൻ്റെ സ്വന്തം ചോരയായ അനിയൻ ജയിലിലായിട്ട് നീ അവനെ രക്ഷിക്കാൻ
പോകാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ മനു പറയും അവൻ എന്ത് ചെയ്തിട്ടാ, അവൻ തെറ്റ് ചെയ്തു, അലീന ഒരു തെറ്റ് ചെയ്യാതെ കുട്ടി, അവളെ എനിക്ക് രക്ഷിക്കണം, ഞാൻ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, നീ പോകും. നിനക്കറിയോ നിൻ്റെ മുത്തശ്ശൻ, എൻ്റെ ഇവിടുത്തെ അച്ഛൻ എവളെ കണ്ടിട്ട് വന്ന് 2 ആഴ്ച തികഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ മരണപ്പെട്ട്. ഇവള് പാമ്പിൻ്റെ ഏതോ ജന്മത്തിൽപ്പെട്ടത്, നാഗ ഇതിൽ പെട്ടതെന്തോ ആണ്. അതാണ് ആ മനുഷ്യൻ്റെ പോലും ജീവിതം പോയത്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് നടക്കുകയും സ്റ്റെപ്പ് വരെ കയറി ഒരു കുഴപ്പമില്ല. എങ്ങനെ പോയാലും ആ മനുഷ്യൻ ഒരു 2 കൊല്ലത്തോളം ജീവിച്ചിരുന്നുണ്ട്. ഇവളെ കണ്ട് എന്നോ കരിങ്കണ്ണ് പതിഞ്ഞോ അതോടുകൂടി അച്ഛൻ്റെ ജീവിതവും തീർന്നു. ഇവളിവിടെ കാലെടുത്ത് വെച്ച് ഈ 2 കുടുംബത്തിൻ്റെ ജീവിതം താറുമാറായി. അത് അങ്ങനത്തെ ഒരുത്തിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനു പറഞ്ഞു അത് അമ്മയെ കണ്ടാലും ആ ഒരു രീതി തന്നെ തോന്നുക. ഞാനിവിടെ വന്നിട്ട് ഈ വീട്ടിൽ കയറ്റം മാത്രമേ ഉള്ളൂടാ, അല്ലാണ്ട് നഷ്ടങ്ങളൊന്നുമില്ല. അമ്മയ്ക്കിപ്പോൾ എന്ത് വേണേ അങ്ങ് മാറാവോ, നീ ഒന്ന് പോണത് എനിക്ക് കാണണമല്ലോ, ഇവിടെ പോലീസുകാർ വന്നാലേ എനിക്ക് പേടിയാവും, നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങനെ പോകണ്ടെന്നും പറഞ്ഞ് കമല ഷാട്ടി പിടിച്ച് അവിടെ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. മനുവിനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ കേട്ടോ. സ്വന്തം മോൻ ചെയ്ത തെറ്റ് വല്ലവരുടെയും തലയിൽ ചുമത്തിയിട്ട് കാര്യമുണ്ടോ, മോനെ മര്യാദയ്ക്ക് വളർത്തണമെന്നൊക്കെ പറഞ്ഞ് മനു കുറേ പറയുന്നുണ്ട്. അവസാനം മനുവിന് അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാവുകയാണ്. അത് കഴിഞ്ഞ് മനു നേരെ ഗോവർദ്ധനെ വിളിക്കുമ്പോൾ ഗോവർദ്ധനം ഫോൺ എടുക്കണം. അപ്പോൾ മനു കാര്യങ്ങളൊക്കെ പറയാണ്, ഇങ്ങനെ പോലീസ് നെടുമ്പുരയ്ക്ക് വീട്ടിൽ വന്നു എന്നും അലീനയെ ചോദ്യം ചെയ്തിട്ട് അലീനയെ കൂടെ കൊണ്ടുപോയി അവർക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യണമെന്ന മട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു അതെന്തിനാ അലീനയെ കൊണ്ടുപോയത്, അലീന എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ മനു പറഞ്ഞു എനിക്കും ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തായാലും ആണല്ലോ, അപ്പോൾ ഞാൻ പോലീസ് സെക്ഷനിലാണല്ലോ, അപ്പോൾ ഞാനത് ചെയ്തോളാം. പക്ഷേ മനു പറഞ്ഞു അങ്കിളെ ഞാൻ തിരക്കിയായിരുന്നു, പുള്ളി ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഉള്ളത്, എങ്കിലും അങ്കിളൊന്ന് സ്റ്റേഷൻ വരെ പോകണം, എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണെന്നൊക്കെ പറയാം. എന്താണ് വീട്ടിലെ അവസ്ഥ? അപ്പോൾ മനു പറയുന്നുണ്ട് ഗേറ്റ് റിമോട്ട് കൺട്രോൾ ആയതുകൊണ്ട് പിന്നെ ആർക്കും അകത്തൊന്നും കയറാൻ പറ്റില്ല അങ്കിളെ, പക്ഷേ എങ്കിലും ഇന്ന് വൈകിട്ട് നാളെയും കൊണ്ടൊക്കെ ഒരുവിധം ഇവിടെയൊക്കെ എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു അലീന പറഞ്ഞതുകൊണ്ട് ഷോപ്പ് ഇന്ന് അടച്ചിട്ടത് നന്നായി, ഇല്ലെങ്കിൽ ഷോപ്പ് കല്ലേറുണ്ടായി പുറമേ, അല്ലെങ്കിൽ ഷോപ്പ് മൊത്തം നശിപ്പിച്ചതിനെന്ന് ഗോവർദ്ധനം മനുവിനോട് പറയണം. എന്നിട്ട് ഗോവർദ്ധനം പറഞ്ഞു ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ പോയി കാര്യങ്ങൾ തിരക്കാം, എന്നിട്ട് വിളിക്കാമെന്ന് മനുവിനോട് പറയുകയാണ്. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ രേവതി കുട്ടി ഒരിക്കൽ കൂടെ നമ്മുടെ കൃഷ്ണമോളെ വിളിക്കുകയാണ്. പക്ഷേ ഇപ്പോഴല്ല കേട്ടോ, ഗോവർദ്ധനൻ കൃഷ്ണമോളെ വിളിച്ചിട്ട് ലാസ്റ്റാണ് വിളിക്കുന്നത് കേട്ടോ, അത് ഞാൻ പറയാവേ. അപ്പോൾ ഇതിനിടയിൽ ഗോവർദ്ധനൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ കയറി വരണം. എന്താ സാറെന്ന് ചോദിക്കുമ്പോൾ അതെ ഇങ്ങനെ ബാലേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുട്ടി അലീന, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ആ നമ്പ്യാർ സാറെ ഒന്ന് കാണണം. അപ്പോൾ ആ കുട്ടിയെ കാണാൻ പറ്റില്ല, നമ്പ്യാർ സാറെ എന്തായാലും കാണാമെന്നും പറഞ്ഞ് നമ്പ്യാറിൻ്റെ SIയുടെ ഇതിലോട്ട് കൊണ്ടുപോവുകയാണ് ഗോവർദ്ധനെ. എന്നിട്ട് ഗോവർദ്ധനെ ചെയ്തിട്ട് ചോദിച്ചു സാറേ ഇങ്ങനെ അലീന എന്ന പേരുള്ള ഒരു കുട്ടിയെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇയാളാരാ? അത് ഞാൻ ബാലേന്ദ്രൻ സാറ് എൻ്റെ അളിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അല്ല ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു സാർ? തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്ത ശേഷം തീരുമാനിച്ചോളാം. അല്ല സാറേ അവന്മാരെ പിടിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ വീട്ടിൽ വേറെ ആരും ഇല്ല, ബാലേന്ദ്രേട്ടനാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്, ആകെ ഇനി 2 ചെറിയ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനെ എന്താ കൊണ്ടുവന്നതെന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അതെ താൻ ഇവിടുത്തെ സ്റ്റേഷനിലെ കാര്യങ്ങളൊന്നും അധികം നോക്കണ്ട എടോ, അവളുടെ പിന്നിലും ഒരു വലിയ കാര്യങ്ങളുണ്ടോ, യവന്മാർ അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് എവളെയും സെക്ഷുവലായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അയ്യോ അത്തരത്തിൽപ്പെട്ടൊരു കുട്ടിയല്ല അലീന, തനിക്കെങ്ങനെ അറിയാം? അത് സാർ അവളൊരു ഓർഫണായിട്ടുള്ളൊരു കുട്ടിയാണ്, ആ കുട്ടി അങ്ങനെയൊന്നുമില്ല, അവൾ നല്ല കുട്ടിയൊന്നും അല്ല എന്നുള്ള എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ആ വീട്ടിലെ ഗ്രഹനാഥ ഇപ്പോൾ ആശുപത്രിയിലും അവൾ വീട്ടിൽ ബാലേന്ദ്രൻ്റെ കീപ്പായിട്ട് ഇരിക്കണേന്ന് അയാൾ പറയാം. സാറിനെ ആരോ ധരിപ്പിച്ചൊക്കെയാണ്, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കുട്ടിയല്ല, താൻ എന്നെ അധികം പഠിപ്പിക്കാനൊന്നും നിൽക്കേണ്ട, എന്തായാലും താനിപ്പം ചെല്ലുക. സാർ ആ കുട്ടിയൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ ബാലേന്ദ്രൻ സാറിൻ്റെ മകനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും. ആരെയും കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ളവരെ കണ്ട് ഇങ്ങനെയുള്ള പ്രതികളുമായിട്ട് സംസാരിച്ചാൽ പിന്നെ അലീനെ ഇനി CI വന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 5ാം പ്രതിയാക്കും ഞങ്ങൾ, അതുകൊണ്ട് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് താൻ പൊക്കോളാൻ പറഞ്ഞ് വിടുകയാണ്. അപ്പം ഗോവർദ്ധനെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു മുരട്ട് സ്വഭാവമായി അയാളുടെ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഗോവർദ്ധനെ അവിടെ നിന്ന് വിടണേ. അപ്പോൾ കൃഷ്ണമോള് വിളിക്കുമ്പോൾ ഗോവർദ്ധനം കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ മനുവിനെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ രേവതി കൃഷ്ണമോളെ വിളിച്ചപ്പോൾ കൃഷ്ണമോൾ ഈ കാര്യങ്ങളൊക്കെ പറയണം, ഇങ്ങനെ ഗോവർദ്ധൻ
ഗോവർദ്ധനങ്ങൾ പോയെന്നും അലീന ചേച്ചിയെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ രേവതി അപ്പം തന്നെ മാമച്ചനോടും ഗ്രേസമ്മയോടും ഈ കാര്യം കൂടെ പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കും, നീ എങ്ങനെ അല്ല കൃഷ്ണമോൾ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഇങ്ങനെ ഗോവർദ്ധന ഞങ്ങൾ പോയി തിരക്കിയപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ മാമച്ചൻ പറഞ്ഞു, അതത്ര ശരിയായ കാര്യമല്ലല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത അലീനേനെ അവിടെ പിടിച്ച് നിർത്തുകയും ഇനി വേണമെങ്കിൽ പ്രതിയൊക്കെ ആക്കും എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിലെന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, എന്തായാലും അങ്ങളെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, കാര്യം അവിടെ ഈ സമയത്ത് സഹായിക്കാനായിട്ട് മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതൊക്കെ രേവതിയും പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു കുഴഞ്ഞ മട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പ്രൊമോയിലാണെങ്കിൽ നമ്മുടെ മനു സ്റ്റേഷനിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ മനു അല്ല വരുന്നത്, നമ്മുടെ ഗോവർദ്ധനാണ് വരുന്നത്. മനുവിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മുടെ കമല സമ്മതിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ നമുക്ക് രാത്രി 9:30 തന്നെ ഞാനിടും. ഇതിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ ഒരു ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ കാട്ടിത്തെ കിളിക്കൂട് ഞാൻ സുമി മുബാസ് മനസ്സിൽ ഒരു 11:30 അകത്ത് തന്നെ ഇടുന്നതാണ്. ആ ഒരു ചാനലും കൂടെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.